യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണം എന്നുള്ള വാദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, പല രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞിരിക്കുന്നു, അതിനെ പിന്തുണയ്ക്കും, അദ്ദേഹം പിന്തുണയ്ക്കും, ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നൽകണം. ആകെ 5 രാജ്യങ്ങളാണ് 1945 രൂപവൽക്കരിച്ച രക്ഷാസമിതിയിൽ ഇതുവരെ 5 രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങളായിട്ടുള്ളത്. പിന്നെ 10 രാജ്യങ്ങൾ വന്നും പോയി ഇരിക്കുന്നു. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടതല്ലേ ഈ രക്ഷാസമിതിയിലെ അംഗത്വം? ഇന്ത്യക്ക് അർഹതപ്പെട്ടാണ്, പക്ഷെ അർഹതയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? അമേരിക്ക. അമേരിക്ക. അതാത് കാലത്ത് ലോകശക്തികളാണ്. ഇപ്പം യു എന്നിന് മുമ്പേ ലീഗ് ഓഫ് നാഷൻസ് ഉണ്ടായിരുന്നു. അതെ അതെ. ലീഗ് ഓഫ് നാഷൻസ് പരാജയപ്പെടാൻ ഒരു കാരണം ജർമ്മനിക്ക് അതിൽ സ്ഥിരാംഗത്വം കൊടുത്തിരുന്നില്ല എന്നുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ജർമ്മനി എന്നത് ലോകശക്തികളൊന്നും, പക്ഷേ ജർമ്മനി ഇത് തോറ്റുപോയി. പിന്നെ അതിൽ അമേരിക്ക അതിന്റെ ഭാഗമായില്ല, ചെലവ് ആവും എന്നുള്ളതുകൊണ്ട് വുഡ്രോ വിൽസൺ പദ്ധതിയൊക്കെ വിരിച്ചെടുത്തു, ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതൊന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ റഷ്യ ഇടയ്ക്ക് വിട്ടുപോവുക, മറ്റേ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു അത്. അതുകൊണ്ടാണ് അവർക്ക് അത് കൃത്യമായിട്ടൊരു ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയെന്ന് തോന്നുന്നു. ഫോർമാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, വിഡ്രോ വിൽസന്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പ്രധാന ശക്തികൾ മാറിയിരുന്നു. പ്രധാനമായിട്ട് ജർമ്മനിക്ക് മെമ്പർഷിപ്പ് കൊടുത്തില്ല, റഷ്യ ആയിട്ട് എന്തോ കൺഫ്യൂഷൻ ആയി, കൃത്യമായിട്ട് പോകുന്നില്ല. അമേരിക്ക മെമ്പറായില്ല. അമേരിക്ക ഇല്ലായിരുന്നു. അമേരിക്ക എല്ലാ പ്ലാനൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്തു തന്നു. മകളെ ഹിമാലയത്തിൽ കയറി പോകണം, ഇങ്ങനെയൊക്കെയാണ്, അവിടെ ജമ്പ് ചെയ്യണം, ഹെലികോപ്റ്ററിൽ ചാടണം, മഞ്ഞിലേക്ക് ഉരുണ്ട് വീണം, നിങ്ങൾ ഷൂട്ട് ചെയ്തു തന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അമേരിക്കയേക്കാൾ അന്ന് വൻ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടനും അമേരിക്ക അന്ന് എമേർജ് ചെയ്ത് വരുന്ന ശക്തിയാണ്. ആ സമയത്ത് അങ്ങനെ വലിയൊരു എമേർജ് ചെയ്ത് വരുന്ന ശക്തിയാണ് അമേരിക്ക. അമേരിക്കക്ക് അന്ന് ലോക ബിസിനസ്സിലും ഒക്കെ വലിയ സ്വാധീനമുള്ളതാണ്. അപ്പം വിഡ്രോ വിൽസൺ ആണ് പ്ലാൻ മൊത്തം ഉണ്ടാക്കിയത്, അമേരിക്കൻ പ്രസിഡന്റ്. പക്ഷെ അമേരിക്ക അതിൽ പറയായിരുന്നില്ല. പിന്നെ റഷ്യ ഇടയ്ക്ക് വരിക പോകുക, അങ്ങനെ ജർമ്മനി ഇല്ല, ജർമ്മനി ഒന്ന് വേൾഡ് പോകാണ്. ജർമ്മനി എന്തൊരു ജർമ്മനി തോറ്റ രാജ്യമായതുകൊണ്ട്. ഇനി യു എൻ വന്നപ്പോൾ എന്താ സംഭവിച്ചു? യു എന്ന് ജർമ്മനി മെമ്പർഷിപ്പ് ഇല്ല, ജർമ്മനിയുടെ രാജ്യം തന്നെ ഇല്ലാതായി. തോറ്റൊരു രാജ്യത്തും ഇല്ല, ഇറ്റലി ഇല്ല, അതുപോലെ പിന്നെ ഇറ്റലി ഇല്ല, ജർമ്മനി. ഈ രാജ്യം ജയിച്ച രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, റഷ്യ, പിന്നെ ചൈനയ്ക്ക് ഏഷ്യൻ റെപ്രസെന്റേഷൻ എഴുതി ചൈനയ്ക്കും കൊടുത്തു. ചൈനയെക്കാട്ട് അന്ന് പവർഫുൾ ജപ്പാനാണ്. പക്ഷെ ജപ്പാൻ യുദ്ധത്തിൽ തോറ്റു കിടക്കായിരുന്നു, അതുകൊണ്ട് ജപ്പാൻ കൊടുത്തില്ല. ഇപ്പൊ ഈ മക്രോൺ പറയുന്നുണ്ട് ജപ്പാൻ, അതുപോലെ ജർമ്മനി, ബ്രസീൽ, ഇന്ത്യയെ കൂടാതെ ഇത്രയും രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കണം. നമ്മൾ 5 പേര് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വേറെ നമുക്ക് വെറുതെ കാണുമ്പോഴേ നമ്മളെ കമ്പനിയിൽ വരണമെന്നൊക്കെ പറയുന്നില്ല. എന്നെ പലരും വിളിക്കാറുണ്ട്, പല പരിപാടികൾ അങ്ങനെ വിളിക്കും, നമ്മളെ പരിപാടിക്ക് വരണം, നമ്മളെ കൂടെ വരണം, നമ്മളെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയില്ല, കാരണം അവരവിടെ കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയാം. അത് ഞാൻ ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടൊക്കെ എന്നോടുള്ള ഒരു ചെറിയ സ്നേഹം കൊണ്ടൊക്കെ പറയുന്ന, ചെല്ലാൻ വേണ്ടി പറയുന്നതല്ല. രാജ്യങ്ങൾ ആകുമ്പോൾ ഇതുപോലൊക്കെ തന്നെ പുറത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചതൊക്കെ പറയും. അല്ല, അതിനകത്ത് വേറെ പ്രശ്നം 45-ലെ ലോകക്രമത്തിൽ നിന്ന് മാറിയില്ലേ ലോകം? ഒരുപാട് ലോകക്രമം അത് അവരെ അംഗീകരിക്കണ്ടേ? ഇപ്പോഴും ലോകം ബേസിക്കലി ഒന്ന് അമേരിക്കൻ കേന്ദ്രീകൃതമായ ലോകമല്ല. നമ്മളൊക്കെ എമേർജ് ചെയ്ത് വരുന്നതാണ്, നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ. ഇപ്പോഴും നമുക്ക് ശരിക്കും മെമ്പർഷിപ്പ് കിട്ടണ്ട, വലിയ പോപ്പുലേഷൻ ഉണ്ട്, വലിയ ചരിത്രമുണ്ട്, ലോക സമാധാനം നമ്മൾ കമ്മിറ്റഡ് ആണ്, യു എൻ പീസ് കീപ്പിംഗ് വോയിസ് നമ്മുടെ നിരന്തരമായ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവന്മാർക്ക് തോന്നണ്ടേ? ഇപ്പം ഇന്ത്യ വന്നാൽ ഇന്ത്യ പലതിനും ഉടക്കി വെക്കുന്നതാണ് അവരുടെ പേടി. അതിൻ്റെ ഇപ്പം മോഡി തന്നെ കണ്ടല്ലേ, ഇപ്പം അമേരിക്ക ആയിട്ട് മോഡി അവരുടെ സ്വന്തം ആളായിട്ട് നിൽക്കുന്ന അങ്ങനെ 3-ാം പ്രധാനമന്ത്രി നേരെ റഷ്യയിൽ പോയി അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഇത് ഇന്ത്യക്ക് വിശ്വാസമല്ല. നിങ്ങൾ അവരുടെ അടിമയായി നിൽക്കുന്ന കാലത്തോളം അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ബാക്കി കാണുമ്പോൾ സ്നേഹത്തോടു കൂടി പറയും, ഹൗ ഡു യു ഡു, ഹലോ മിസ്റ്റർ പെരാന എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കാണിച്ചു തരാൻ പറയും. ഇതാണ് അമേരിക്ക കാലാകാലം നമ്മളോട് ചെയ്തത്. ഇന്ത്യ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് പോകുമ്പോൾ പറയും, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് അതിനോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. കാര്യത്തോട് അടുക്കാൻ അവർ ചൂട് മാറ്റും. ഇവരെല്ലാം കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവരൊന്നും പറയുന്നത് മുഖപ്പയിലൊക്കെ ഉണ്ട്, നമ്മൾ കൂടുതൽ ശക്തരാകുക എന്നുള്ളതാണ്. എന്നിട്ട് അവരെ അവസാനം നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, കാരണം നമ്മളുണ്ടെങ്കിലേ കാര്യം നടക്കുന്നുള്ള ഫീൽ അവർക്കുണ്ട്. ചൈന അങ്ങനെയാണ് ഇപ്പം ചെയ്തത്. ചൈന ആദ്യം ഒരു മെമ്പർഷിപ്പ് കൊടുത്തു, അത് ഏഷ്യൻ റെപ്രസെൻറ്റേഷൻ. പിന്നെന്ത്, ചൈന സാമ്പത്തിക ശക്തിയായി മാറി, സൈനിക ശക്തിയായി മാറി. ഇപ്പം ചൈനയെ അവഗണിക്കാൻ പറ്റില്ല. നിങ്ങൾ കൂടുതൽ ശക്തരായി മാറുക, എന്നിട്ട് അവർക്ക് നിങ്ങൾ അവഗണിക്കാൻ പറ്റാത്ത ചാൻസ് ഉണ്ട്. അപ്പം ടോവിനോ ഒക്കെ ടോവിനോ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇവരൊക്കെ മുമ്പ് ചാൻസ് നോക്കി നടന്ന സമയത്ത് ഇവരെ അപമാനിച്ച ആളുകളുണ്ടാവും. മമ്മൂക്കാനൊക്കെ അപമാനിച്ച മമ്മൂക്കാനാണ്, ടോവിനോനെ നമുക്ക് കൂടുതൽ അറിയില്ല. അവരിപ്പോൾ ഇവരുടെ ഡേറ്റിന് വേണ്ടി കാവലിരിക്കുക, കാത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ പവർഫുള്ളായി, സ്റ്റാർ വാല്യൂ വന്നു. അതുപോലെ നമ്മൾ പവർഫുൾ ആകുക എന്നുള്ളത്.
അതാണ് നമ്മൾ ഈ പറയുന്ന മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അതെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ആ ഒരു പവർഫുൾ ആയി എന്ന് തോന്നുന്നോണ്ടാണോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ്? അതുകൊണ്ടൊന്നല്ല. ഇന്ദിരാഗാന്ധി ഞാൻ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളാണ്. നേരത്തെ പോലെ ഇന്ദിരാഗാന്ധി രാവിലെ തൊട്ടേ എന്ന് വെച്ചാൽ ഈ 4 വയസ്സൊക്കെയാണ്. പക്ഷെ എങ്കിലും വീട്ടിൽ രാഷ്ട്രീയക്കാരായതുകൊണ്ട് നമ്മൾ റേഡിയോ വാർത്തയൊക്കെ കേൾക്കും. അത് രാജീവ് ഗാന്ധി പല രാജ്യങ്ങളും സന്ദർശിച്ചപ്പോൾ അവരൊക്കെ സപ്പോർട്ടാണ്. ചൈന വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധി പോയ സമയത്ത്. പിന്നെ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരെ വെച്ചിട്ടുള്ള ചൈനയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്ര എളുപ്പമല്ല, പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല. ഫ്രാൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഈ ഇന്ത്യ എന്നുള്ള മിലിറ്ററി ഓർഡറുകൾ അവരെ ഇക്കോണമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മളിപ്പം മുങ്ങിക്കപ്പലൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അവരുടെ ടെക്നോളജിയാണ്. അവർ ഭയങ്കര സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്നതിൻ്റെ യുദ്ധവിമാനം തേജസ് ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ടെക്നോളജി എൻജിൻ അവരാണ് ടെക്നോളജിക്കലി സഹായിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കൊടുക്കുന്ന റഫാലിൻ്റെ ഓർഡർ കിട്ടിയ സമയത്ത് സർക്കോസി അവിടെ ഡാൻസ് ചെയ്യുമായിരുന്നു ആദ്യത്തെ ഓർഡർ കിട്ടിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ നമ്മൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ അനുകൂലമായി നിൽക്കും. പക്ഷേ ഫൈനലി ഒരു തീരുമാനം വരുമ്പം നിർണായക ഘട്ടത്തിൽ എന്താവുന്നുള്ള ചാലി കെട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാവും എന്നുള്ള അപ്പോഴാണ്. ഫ്രാൻസ് അങ്ങനെ വെറുതെ പറയൂ, കാരണം അല്ല ഫ്രാൻസിന് ഇപ്പൊ നമ്മൾ ആവശ്യമുണ്ട് മിലിറ്ററി സപ്പോർട്ട്. പക്ഷെ അവര് പാകിസ്ഥാനെ അവർ തന്നെയാണ് സഹായിക്കുന്നത്. ഇതിനൊക്കെ പാകിസ്ഥാനെ അവർ തന്നെയാണ് സഹായിക്കുന്നത്. അപ്പം ഇവരൊന്ന് ഈ വിശ്വസിക്കരുത്. നിങ്ങൾ ഈ മാന്യന്മാരായി നടക്കുന്ന കോട്ട് സൂട്ട് വിശ്വസിക്കുകയേ ചെയ്യരുത്. നമ്മളെ കാണുമ്പോൾ സ്നേഹം കാണിക്കും, പക്ഷെ ഇത് നല്ല കണ്ണൂരിൽ പറ്റാ CPM RSSകാരൊക്കെ വിശ്വസിക്കുന്ന അയാളുടെ മുഖത്തുണ്ടാവും വിദ്വേഷം വെറുപ്പൊക്കെ എതിർ പാർട്ടിക്കാരനോടുള്ള. അത് ചിരിച്ചുകൊണ്ട് പണിയെടുത്തില്ല. ഇത് പറയുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും, ഇന്നസെന്റ് പറഞ്ഞതിൻ്റെ ആയിരിക്കും, കേൾക്കാനൊക്കെ നല്ല രസമാണ്. നടക്കാൻ സാധ്യത കുറവാണ്. നടക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്തു. റഷ്യ സപ്പോർട്ട് ചെയ്യും. അത് ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ റഷ്യ നമ്മളെ ബന്ധം മോശമായി കഴിഞ്ഞാൽ റഷ്യ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊക്കെ തന്നെ പെർമിറ്റേഷൻ കോമ്പിനേഷനാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. അത് അവിടെ ശരിയായാൽ ഇതിവിടെ ശരിയാവും, അത് അവിടെ തെറ്റിയാൽ ഇവിടെ പ്രശ്നമാവും. പിന്നെ മാത്രമല്ല ഈ 5 പ്രധാനപ്പെട്ട ശക്തികളും വീട്ടിലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നു. അതിൽ ചൈനയുണ്ട്, ഈ രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ചൈന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമുക്കറിയില്ല. ചൈന ഇന്ത്യയിലും ജവഹർലാൽ നെഹ്റു വിചാരിച്ച പോലെ ഒരുമിച്ച് പോകാൻ അവരങ്ങ് തീരുമാനിച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യും. അല്ല നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായി അവർ സപ്പോർട്ട് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശക്തനാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചൈനയിൽ നിന്നുള്ള ആ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഏകദേശം പരിഹാരമായി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നത്. അതൊക്കെ കൺഫർമേഷൻ വരട്ടെ. യൂട്യൂബിലൊന്നും കാണുന്ന നമ്മളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പലതും വരും. ഏലിയൻസ് വന്നു എന്നൊക്കെ നിങ്ങൾ യൂട്യൂബ് കാണാമല്ലോ. ഉള്ളതല്ലേ? ഉള്ളതാവാം, ഉറപ്പ് തെളിവില്ല. ഞാൻ ഏലിയൻസ് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ഏലിയൻസിനെ കുറിച്ച് അത് നമുക്ക് സംസാരിക്കാം. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ തെളിവില്ലെങ്കിലല്ലേ നമുക്ക് പറയാം. എന്തും നാസയുടെ കയ്യിൽ തെളിവുകളൊക്കെ, നാസയുടെ കയ്യിൽ തെളിവൊന്നുമില്ല. തെളിവൊന്നും ഉണ്ടാവാം, അവർ പുറത്തു വിടാത്ത നമുക്ക് എന്തെങ്ങനെ പറയാൻ പറ്റുക? നമുക്ക് ആളുകളെ ഭീതിയിലായിരുന്നല്ല, അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ പറയും നമുക്ക് ഉത്തരവാദിത്വം വേണം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധം വേണം. അല്ല നമ്മൾ എന്തെങ്കിലും പറയാം. എനിക്കാണ് ഏലിയൻസ് വിശ്വസിക്കുന്ന ആളാണ്. പല കാര്യങ്ങളും ഏലിയൻസ് ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഏലിയൻസ് ഉണ്ട് എന്ന് ഞാൻ അഫർമേറ്റീവായിട്ട് ഞാൻ പറയില്ല. കാരണം അതിന് തെളിവ് വരട്ടെ. തെളിവില്ലല്ലോ, സാധ്യതയുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ മറ്റ് ജീവികളും ഉണ്ടാവുമല്ലോ. അല്ല ഉണ്ടാവും, ഉറപ്പല്ലേ. പക്ഷെ എന്താണ് സംഭവം, നമുക്ക് തെളിവ് കിട്ടട്ടെ. അല്ല ആർക്കും എന്തും പറയാൻ പറ്റില്ല. അതല്ലേ ഇപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്നത്, സോഷ്യൽ മീഡിയ, ആർക്കും എന്തും പറയാം, എല്ലാം തെളിവാണ്. പിന്നെ എന്താണ് പാകിസ്ഥാൻകാരുടെ യൂട്യൂബൊക്കെ കണ്ടിട്ടുണ്ടോ? പാകിസ്ഥാൻ ഏഷ്യൻ ശക്തി. നമുക്കറിയാലോ പാകിസ്ഥാൻ എത്രയുണ്ട്. ഇടയ്ക്ക് ഒരു ട്രെയിന് കമ്പാരിസൺ ചെയ്തിട്ടുള്ള ഒരു സാധനം വരും. ഇന്ത്യൻ ട്രെയിനും ഇന്ത്യയിലെ അവിടുത്തെ ട്രെയിൻ. പാകിസ്ഥാന്റെ മിലിറ്ററി മൈറ്റ് കണ്ടാ നമ്മൾ അമേരിക്കനെക്കാട്ടും വലുതാണ്. പക്ഷെ ആ റെയിൽ പാതയിലൊന്നും ഞാൻ ഇതുവരെ ഈ ഇലക്ട്രിക് പാതയായത് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ അവർ അങ്ങനെ നിൽക്കുകയാണ്. യൂട്യൂബിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ജെയിംസ് ബോണ്ട് ആയിട്ട് ഒരു ബ്ലാക്ക് കഷീനെ കാണിച്ചുകൊണ്ട് ഒരു ടീസർ വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സംവിധായകന്റെ സിനിമ അടുത്തിടെ അതിന്റെ 2ാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടീസർ വന്നു. ഞാൻ അങ്ങനെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ഒരു സംഭവം ഇല്ലടേ, നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ലെന്ന്. ആളെ അറിയാം, ആ സിനിമയെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സംവിധായകനെ അറിയാം, പേര് അറിയാത്തോണ്ടാ. ഇത് ഞാൻ പല വിശ്വസിച്ചു പോയി. അതാണ് പറഞ്ഞത്. ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് കമന്റ് അടിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കൺഫർമേഷൻ വരട്ടെ. അല്ലാതെ ഈ റേറ്റിംഗ് കൂട്ടാനും ലൈക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് എന്നെ കിട്ടില്ല. സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തമ്മിൽ അടിച്ചാൽ അത് വെസ്റ്റേൺ ശക്തികൾ അതാണ് ആഗ്രഹിക്കുന്നത്. ചൈനയെ റിയലൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചൈനയായിട്ട് പ്രോബ്ലം ഒന്നുമില്ല. അവർക്ക് നമ്മളുള്ള പ്രോബ്ലമാണ്. അതിർത്തിയിലുള്ള മറ്റേ സിനിമയെ പറഞ്ഞതിന്റെ കാര്യമാണ്. അവന് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ അവൻ്റെ പ്രശ്നമാണ്, അവൻ്റെ പ്രശ്നമാണ്. അതുപോലെയാണ് നമ്മൾ അവരുടെ കാര്യം. നമുക്ക് അവരൊരു പ്രശ്നമല്ല.
അവർക്ക് നമ്മളെ ഭക്ഷണം അവരുടെ കാര്യമാണ്. ഈ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം അവർക്ക് സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ്. വിസ്തൃതമാക്കണം. അല്ല അവർ എടുക്കേണ്ടതൊക്കെ അവർ എടുത്തു കഴിഞ്ഞു. റഷ്യൻ കയ്യിൽ നിന്ന് എടുക്കേണ്ടത് അവർ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടാണ്ടുള്ളൂ. അതാണ് കാര്യം. പക്ഷെ ഇനിയിപ്പോൾ അവരെ കത്ത് കിട്ടേണ്ട ആവശ്യമില്ല. പിടിക്കേണ്ടതൊക്കെ അവർ അന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നല്ല രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ രണ്ടുപേർക്കും ഗുണമാണ്. ആ രീതിയിലായിരിക്കും പൊതുവെ ചിന്തിക്കുക. അപ്പം അത് പക്ഷേ നമുക്ക് കൺഫർമേഷൻ വേണം. നമുക്ക് എന്തായാലും രക്ഷാസമിതിയിൽ നമുക്ക് അംഗത്വം കിട്ടുകയാണെങ്കിൽ ചൈനയ്ക്കൊപ്പം വീറ്റോ പവറുള്ള രാജ്യമായി നമ്മൾ മാറും. വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പുതിയ അംഗങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് വീറ്റോ പവർ ഉണ്ടാവില്ല. ഓ അങ്ങനെയുണ്ട്. ഇപ്പൊ പെർമനന്റ് അല്ലാത്ത പെർമനന്റ് അല്ലാത്ത അംഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയൊക്കെ പലപ്പോഴും പെർമനന്റ് അല്ലാത്ത അംഗമായിട്ട് രക്ഷാസമിതിയിലുണ്ട് വന്നിരുന്നു നമ്മളെ. പക്ഷെ ആ സമയത്ത് നമുക്ക് ഈ വീറ്റോ പവർ ഇല്ല. 10 രാജ്യങ്ങളിലെ അപ്പൊ ആദ്യം എടുക്കുകയാണെങ്കിൽ വീറ്റോ പവർ ഇല്ലാത്ത രാജ്യമായിട്ടേക്ക് എടുക്കുക പെർമനന്റ് മെമ്പർ. പിന്നെ പതുക്കെ ചിലപ്പോൾ വീറ്റോ പവർ കിട്ടാം. ഇതൊക്കെ നിങ്ങൾ എത്ര ശക്തിപ്പെടുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ അതല്ല നിങ്ങൾ ദുർബല വലിയ സിദ്ധാന്തം വന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഗ്രീസിന് കൊടുക്കേണ്ടി വരില്ലേ? ഗ്രീസല്ലേ വെസ്റ്റേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫിലോസഫി ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും അർഹതയുള്ളവർക്ക് കിട്ടട്ടെ, നമുക്കും കിട്ടട്ടെ. അല്ല നമ്മൾ അർഹരാണ്, പക്ഷെ അത് അവന്മാര് തീരുമാനിക്കണം. അതെ, വരെ ഞാൻ വരയ്ക്കുമെന്ന് പറഞ്ഞു. അതെ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.